லட்சோ அடுத்த வருஷம் திருவிழாக்கு நான் மதுரையில போய் 10 நாள் தங்க போறேன். ആര്? ഉവ്വ. ആന്റി പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയും. എന്നിട്ട് പോവാറാകുമ്പോഴത്തേക്കും അമ്മൂമ്മ മറ്റേ കണ്ണൊക്കെ നിറച്ച് മോളെ കനകം നീ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്നെ പോവുകയാണോ? അപ്പൊ തന്നെ ആന്റി ബാഗൊക്കെ കളഞ്ഞിട്ട് ഇല്ല അമ്മ നീ കരിക്ക് കടവൾ മാതിരി ഞാൻ ഉങ്ക വിട്ട് പോവാ മാട്ടെ എന്നൊക്കെ പറഞ്ഞ സിനിമാ കഥയും കളിച്ച് ഇവിടെ ഇരിക്കും. பாவம் தானே லட்சு, அப்படி சொல்லும் போது எப்படி போக முடியும்? ശരിയാ. ஆனா நான் போவேன். ആ പോയാ മതി. ലച്ചുവേ, ഓ പാഴൂരിന്ന് പ്രതിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം പറയാൻ. പ്രതിഭേട്ടൻ പിന്നെയും കേട്ടാൻ പോവാണോ? എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ പാഴൂര് വന്നപ്പോഴത്തേക്ക് പ്രദീപേട്ടനും വൈഫും തമ്മിൽ എന്തോ ഒരു ചേച്ചക്കൊഴിവ്. അന്നേരം ഞാൻ വിചാരിച്ച ഇവര് പിരിയൂന്ന്. അതൊന്നും അല്ല, അവന്റെ മോടെ കല്യാണം. അമ്മൂന്റെ കല്യാണോ? അത് അമ്മൂന്റെ കല്യാണ പ്രായമൊക്കെ ആയാ? 10-22 വയസ്സൊക്കെ ആയി കാണത്തില്ലയോ? 10-22 വയസ്സൊക്കെയാണ് അമ്മൂമ്മ കല്യാണ പ്രായം. വെറുതെ ഇച്ചിരി പോകുന്ന പിള്ളേരെയൊക്കെ കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട്. 2 കൊല്ലം മുന്നേ കണ്ടപ്പോഴത്തേക്ക് അവള് +2 പഠിക്കുമായിരുന്നു. ഇപ്പൊ അത്രയൊക്കെ പ്രായം ആയി കാണും. കോളേജ് പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെയാ എന്തായാലും കെട്ടാൻ പ്രായം ആയി കാണും, അതുകൊണ്ടല്ലേ കെട്ടിക്കുന്നേ. കുറച്ച് കഷ്ടമാണ്. ചേച്ചിയുടെ കൊച്ചിനെ ആനയെ ഞാൻ എന്തായാലും ചെയ്യുവേ. കൊച്ചാനപ്പാപ്പനാണോ? എന്നാ ആനപ്പാപ്പനെ വെറുതെ വിടും, അത് കുഞ്ഞല്ലേ. ആനനെ നീ എന്ത് വേണമെങ്കിലും ചെയ്തു. അവളാ ആനപ്പുറത്ത് ഇരുന്നിട്ട് പറയുക കേശവനാനെ കുഞ്ഞമ്മേ ചവിട്ടുന്ന്. അപ്പൊ ആന അങ്ങോട്ടൊരു വരവങ്ങ് വന്ന് എന്നിട്ട് കൈ വീശി ഒറ്റടി. എന്നിട്ട് പറയുക തുമ്പിക്കൈയാ. ചേച്ചി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. ഇപ്പൊ കുഞ്ഞെന്തെങ്കിലും ചെയ്തെന്നും പറഞ്ഞ നീ ദേഷ്യപ്പെടാതെ ഇരിക്കേ. നമ്മള് വലിയവര് വേണ്ട ക്ഷമിച്ചു കൊടുക്കാൻ. നീ ആനയെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് പോത്തിന്റെ കരച്ചിലാണല്ലോ. എനിക്കെങ്ങനെ അറിയാം? പാനപ്പാപ്പ താഴെ വീഴും. അമ്മ എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തിന്നാനുണ്ടോ? കുറച്ച് ഇഞ്ചി ഇരിപ്പുണ്ട്. ആന്റി ആ ഇഞ്ചി എടുത്ത് കൊടുക്കും. എനിക്ക് എന്താ തിന്നാൻ വേണ്ടേ? മട്ടൻ ബിരിയാണി കിട്ടും. അമ്മ മട്ടൻ ബിരിയാണി ഉണ്ടോ? പിന്നെ ആനക്കല്ലേ മട്ടൻ ബിരിയാണി കൊടുക്കാൻ പോന്നേ. ആ പറമ്പിലെ ചെല്ലേ വല്ല ഓലയോ മടലോ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഈ സൈഡിൽ കാണും, ചോദിച്ചാൽ. പപ്പാനും മട്ടൻ ബിരിയാണി ഉണ്ടോ? പാപ്പാനും മട്ടൻ ബിരിയാണി ഇല്ല. പാപ്പാനുള്ള കഞ്ഞിയും പയറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കഞ്ഞിയും പയറും മതിയോ? കഞ്ഞിയും പയറും നിന്റെ മതി. കഞ്ഞിയും പയറും മതി മതി മതി. ഇനി ആനയും പാപ്പാനൊക്കെ പുറത്ത് ചെല്ല്. അടിച്ചിട്ട് അടിയുള്ളൂ എന്ന് പറഞ്ഞ ലോകത്തിലെ ആത്ത പാപ്പനായിരിക്കും നീ. ആനയ്ക്ക് വിശക്കുന്നുണ്ടെന്നേ, അതാ ചിഹ്നം വിളിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടോ? உன்னோட ஆனைக்கு வாழைப்பழம் கொடுக்கட்டா? വാഴപ്പഴം പഴുത്തയാണോ പഴുക്കാത്തയാണോ? പഴുത്തത് താണ്ടാ. ഓക്കെ. പണ്ടേ പാഴൂര് പെരുന്തൃക്കോവിലൊരു ആന ഉണ്ടായിരുന്നു. നല്ല ലക്ഷണമൊത്ത ആന. തുമ്പിക്കൈ എന്നൊക്കെ പറഞ്ഞ എത്ര നീളമുള്ള തുമ്പിക്കൈ. പാഴൂര് ശിവൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. പാപ്പാനെ ഒരു പഴം കൂടെ കിട്ടും. 2 പഴം കൂടെ കിട്ടോ? 2 പഴം കൂടെ കൊടുക്കാം. ആന ഇപ്പൊ കഴിക്കണ്ട, പിന്നെ കഴിക്കാം. ഹലോ ഹലോ പാപ്പാനെ, പഴയതുപോലെ പാനേനൊന്നും അടിക്കാൻ പാടില്ല, കേസാവും. ചില ആനകൾക്കൊക്കെ അടിയിട്ടാലേ പഴിക്കൂ. ഇനി മനുഷ്യനെ പോലെ സംസാരിക്കല്ലേ. മക്കളെ, മാമന്റെ ഇനി ആനയുടെ പദം ഇളകി. ഇനി മക്കൾക്കൊന്ന് ഇറങ്ങിക്കൂടെ? മക്കളെ ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മാമൻ കേറ്റാം. ചേച്ചി കല്ലു മക്കളെ ഇറങ്ങും. മാമന്റെ കൈയും കാലൊക്കെ വേദന എടുക്കണ്ടപ്പാ. ഇറങ്ങ് മക്കളെ, ഇറങ്ങി ഇറങ്ങടി. എന്നാ പാപ്പാനൊരു കാര്യം ചെയ്, ഉത്സവ സീസൺ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടേ കെട്ടും, നല്ല കാശ് കിട്ടും. നടക്കാം.
പിന്നെ വിളിക്കില്ലേ? വിളിക്കണോ വിളിക്കണ്ടേ? വിളിക്കണം.